വെൽക്കം ബാക്ക് ടു അന്നാസ് രുചിക്കൂട്ട് ആൻഡ് വ്ളോഗ്സ്. ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് സ്പെഷ്യൽ ഒരു വീഡിയോ ആണ്. കാരണം ഞങ്ങളുടെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദറിന്റെ ഞങ്ങളുടെ കുറച്ച് സന്തോഷങ്ങളും അവിടുത്തെ ആ സമയത്ത് ഉണ്ടായിരുന്ന നമ്മുടെ കുറച്ച് നിമിഷങ്ങളും ഒക്കെയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ചിലപ്പോൾ പുറത്തുനിന്ന് കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അത് എത്രത്തോളം രസമാവും എനിക്ക് അറിയത്തില്ല. എന്നാലും നമ്മളുടെ ഈ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ എൻ്റെ അമ്മച്ചിയുടെ ഫാമിലിയുടെ ഒരു ഗെറ്റ് ടുഗദർ ആണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, 2 കൊല്ലം മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഗെറ്റ് ടുഗദറിന്റെ. അടിച്ചു പൊളിച്ച് ഞങ്ങൾ എല്ലാവരും. അപ്പൊ അതുപോലെ തന്നെ 2 കൊല്ലത്തിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു 10-45 പേര് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുകയാണ്. കുറച്ച് പേര് വിദേശത്തൊക്കെയാണ്, കുറച്ച് പേർക്ക് സാഹചര്യങ്ങൾ കാരണം വരാൻ പറ്റുന്നില്ല, ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം. അപ്പൊ എല്ലാം ഒരു 45 പേരാണ് ഞങ്ങൾ ഇവിടെ കൂടാൻ പോകുന്നത്. അപ്പൊ നമ്മളിത് ഇത് നമ്മൾ നടത്താൻ പോകുന്നത് വല്ലാർപാടത്തുള്ള ഒരു ചെറിയൊരു റിസോർട്ടിലാണ്. സമോദ് റിസോർട്ട് എന്നാണ് അതിന്റെ പേര്. റിസോർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വലിയ ഐറ്റിലോട്ടൊന്നും പോകണ്ട, പക്ഷെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നല്ല നേച്ചർ, ഞാൻ അതൊക്കെ ഇതിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അവിടുത്തെ സൗകര്യങ്ങളൊക്കെ. അപ്പൊ ഇതിനു മുമ്പ് എന്റെ ഓണത്തിന്റെ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ സെയിം സ്പോട്ട്. അവിടെയാണ് നമ്മളിത് ആഘോഷിക്കാൻ പോണത്. അപ്പൊ നമ്മളുടെ എല്ലാ ഫാമിലി എല്ലാവരും കൂടെ വന്ന് കുട്ടികളുടെയും നമ്മുടെ മുതിർന്നവരുടെയൊക്കെ കുറച്ച് കലാപരിപാടികളും, അത് ജസ്റ്റ് ആ സമയത്ത് എല്ലാവരും കൂടെ ചെയ്യുന്ന കുറച്ച് കലാപരിപാടികൾ, പാട്ട്, ഡാൻസ്, പിന്നെ കുറച്ച് ഗെയിം സെക്ഷൻ ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഫുഡ് ഉണ്ട്. നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോണ ഗൈസ്. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ പ്രാവശ്യത്തെ ഞങ്ങളുടെ ഫാമിലി ഗെറ്റ് ടുഗദർ. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം നമ്മുടെ കസിൻസ് എല്ലാവരും കൂടെ നമ്മൾ പഴയ ഒരു ഓർമ്മയില്ല, എല്ലാവരും കൂടെ കൂടുന്ന ഒരു ഇത്, ആ ഒരു ഇതിലേക്കാണ് ഞങ്ങളിപ്പോൾ പോകാൻ, റീക്രിയേറ്റ് ചെയ്യാന്ന് പറയില്ല, ആ ഒരു ഇതിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നത്. എല്ലാവരും കാണാം. ഒരു 10-20 മിനിറ്റ് ഉണ്ട് കേട്ടോ, ഒരു ലെങ്ത് ഉള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ എല്ലാവരും ഈ വീഡിയോ കാണാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഗൈസ്, അങ്ങനെ നമ്മുടെ സ്പോട്ടിലെത്തിയട്ടെ. ഇതാണ് വല്ലാർപാടത്തുള്ള ഞാൻ പറഞ്ഞ ഒരു ചെറിയ റിസോർട്ട്. ഒരു 4-കെട്ട് സ്റ്റൈലാണ് കേട്ടോ വരുന്നത്. വലിയ ഓവർ സൗകര്യമില്ല, പക്ഷേ എല്ലാ സൗകര്യം നമുക്ക് എല്ലാവർക്കും മനസ്സിന് ഇഷ്ടപ്പെടും. ഒരു റിവർ സൈഡാണ്, ബാക്കിൽ റിവറാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ വെള്ളം വെട്ടിക്കിടക്കുക, രാവിലെ ആകുമ്പോൾ വെള്ളം വരുമെന്ന് തോന്നുന്നു. ഇത് ബാക്ക് സൈഡിൽ നമുക്ക് അകത്തുനിന്ന് പുറത്തോട്ടുള്ള വ്യൂ ഒക്കെ കിട്ടും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഞങ്ങൾക്ക് അകം കാണിച്ചു തരാം. ഇതാണ് ലിവിങ് റൂം, വലിയൊരു ലിവിങ് റൂമാണ്. അത്യാവശ്യം ഫർണിച്ചറൊക്കെ ഉള്ളതാണ്, ഡൈനിങ് ടേബിളൊക്കെ ഉണ്ട്. പിന്നെ ഒരു ബെഡ്റൂമാണ്, വലിയ ബെഡ്റൂമാണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ എല്ലാവർക്കും മേളിലും താഴേക്ക് ആയിട്ട് കിടക്കാം. ബാത്റൂം അറ്റാച്ച്ഡ് ഉണ്ട്. പിന്നെ ഒരു ഓപ്പൺ കിച്ചൺ ഉണ്ട്, അതിൽ അത്യാവശ്യം നമുക്ക് വേണ്ട കുക്കിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ പുറത്തൊരു ബാത്റൂം ഉണ്ട്. പിന്നെ പുറത്തു നിന്നുള്ളൊരു വ്യൂ ഇതാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യാൻ, ഇവിടെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ മെമ്പേഴ്സൊക്കെ ഫാമിലി മെമ്പേഴ്സ് വന്ന് തുടങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം വന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്താണ്. ഓരോരുത്തരും എത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് എൻ്റെ അടുത്ത യൂട്യൂബറാണ്, എൻ്റെ അടുത്ത തലമുറയിലെ യൂട്യൂബറാണ്, പരസ്പരം രണ്ടും കൂടെ ഇട്ടുണ്ട്. അതെ അതെ, നമ്മുടെ ആൾക്കാർ ഓരോരുത്തരും വന്നോണ്ടിരിക്കുകയാണ്. വ്ളോഗ് നീ എടുക്കുന്നില്ലേടി വ്ളോഗ്? ഇന്നലെ കഴിഞ്ഞ ദിവസം ഇറക്കുമതി ചെയ്തതാണ്. അതെ, അടുത്ത കപ്പിൾസ്, ക്യൂട്ട് കപ്പിൾസ്. ചക്കര് എമ്മിക്കുട്ടി, നിന്റെ കൈ തന്നെ ആരുടെ മാനിലല്ല. ഹായ് പറയോ? ആ ചേച്ചി, ഇതേ പൊന്നു ഉടുപ്പാണിച്ച, പൊന്നിന്റെ ഉടുപ്പാണിച്ച. ഓ, പൂക്കളൊക്കെ ഉണ്ടോ? ഇത് എന്ത് പൂവാടി? ഇമ്മക്കുട്ടി, അവക്ക് ആ തൂണ് ഇഷ്ടപ്പെട്ട. മിട്ടുനെ വിളിക്കണ കളിക്കാൻ വരാൻ. ഓരോരുത്തരും വന്നോണ്ടിരിക്കുകയാണ്. എന്താ നോക്കിയത്? എത്തണില്ലേ? ഞാൻ പറഞ്ഞില്ല അമ്മയുടെ ബീനു എത്തിയാ? കാറോടിട്ട് ആ ശരിയാക്കിട്ടാ.
ഷൈനേന്റി ഷൈനേന്റിനെ ഞാൻ കണ്ടില്ല. തേജു ഹലോ. തേജുനെ അതെ ഇളക്കാൻ കൂട്ടണ്ടല്ലോ. ഇളക്കാൻ തേജുനെ കണ്ടില്ലേ? നിനക്ക് കൂട്ടണ്ടല്ലോ. വാ ഇപ്പം ഈ ഒരു പരിപാടി കൊണ്ട് നമ്മളൊരു 4 തലമുറകൾ ആളുകളുണ്ട് ഇതിൽ. അപ്പോൾ ഇങ്ങനെയുള്ള നിമിഷങ്ങളൊക്കെ നമ്മൾ ഒത്തുകൂടാൻ ശ്രമിക്കുക എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾക്ക് എല്ലാവരെയും പരിചയപ്പെടാനും അവരായിട്ട് ഇണങ്ങാനൊക്കെ ഒരു സാഹചര്യമാണ് നമ്മൾ ഇതിലൂടെ ഉണ്ടാക്കുന്നത്. ശേഷമാണ് ഇങ്ങനെ കൂടുന്നത്. ടു ബി പ്രിസൈസ് 2 വർഷത്തിന് ശേഷം, നമ്മൾ 2023 ഡിസംബറിലാണ് എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയത്. 2 വർഷത്തിന് ശേഷം എല്ലാവരും പിന്നെയും ഒരുമിച്ച് കൂടിയിരിക്കുവാണ്. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ എല്ലാവരും ആയിരിക്കുന്നതില്. ആൻഡ് ഞാൻ ബിലീവ് ചെയ്യുന്നത് ഫാമിലി ഈസ് സംതിങ് ദാറ്റ് ഹോൾഡ്സ് എവറിതിങ് ടുഗദർ അല്ലേ. ഒഫീഷ്യലി ഒരു വെൽക്കം അഡ്രസ് പ്രപ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം ചേട്ടനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. But always happy. I mean, നമ്മളിങ്ങനെ get എല്ലാവരും കൂടുന്നതിന്റെ pleasure, our family bonding എല്ലാം kind of good, very good. അപ്പോൾ സജോന് special thanks because I think she is the one. സജോണ് കൂടുതൽ സംസാരിക്കണം. But I know back in അതെ warm welcome. Enjoy the day. It's a pleasure evening. I mean, very pleasant evening. Thanks everyone. വേണ്ടിയിട്ട് നമുക്കൊരു അനുശോചന പ്രാർത്ഥനയുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ലീല മാൻസിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നമ്മളെ ഈ പരിപാടിക്കായിട്ട് ഒരുമിച്ച് കൂട്ടിയ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. അതോടൊപ്പം നമ്മുടെ മുത്തച്ഛൻ്റെ കുടുംബത്തിൽ നിന്നും വേർപെട്ടു പോയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട അപ്പച്ചനെ അമ്മച്ചിനെ ആദ്യം നമുക്ക് ഓർക്കാം. അതുപോലെ ചേച്ചി, ക്ലീറ്റസ്, ക്ലിപ്പിയാങ്കിൾ, ജെയ്സൺ, അവരെല്ലാവരെയും ഒരു നിമിഷം നമുക്ക് ഓർത്തുകൊണ്ട് അവരെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അറിയിക്കാനും എല്ലാം വേണ്ടി നമ്മുടെ അൺഒഫീഷ്യൽ പ്രസിഡന്റ് സജോ ചേച്ചിനെ ഒരു ഓവർവ്യൂ നൽകുന്നതിന് വേണ്ടി ഞാൻ ക്ഷണിക്കുന്നു. മാക്സിമം എല്ലാവരും എത്തിയിട്ടുണ്ട്. കുറെ പേർക്ക് സാഹചര്യങ്ങളും കാരണം എത്താൻ പറ്റിയിട്ടില്ല. എന്നാലും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഞാൻ ഫ്രണ്ടിൽ നിന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് ബാക്ക് സപ്പോർട്ടായിട്ട് ഫുൾ ഇത് കേരള ചേച്ചിയും മിൽ ചേച്ചിയും പിന്നെ ഞങ്ങളുടെ ഒപ്പം ജെർസി ചേട്ടൻ, സീതു ചേട്ടൻ, ചാൻസലൊക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ മക്കളും, പ്രത്യേകിച്ച് നേഹ. കാരണം അവൻ ആങ്കറിങ് ചെയ്യാനും പിന്നെ ഈ പ്രാവശ്യം അവള് കുറെ കാര്യങ്ങൾ പിന്നെ ഗെയിംസ് ഒക്കെ കോർഡിനേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവള് നമ്മുടെ എല്ലാ ആന്റിമാരെയും ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്. എല്ലാ ആന്റിമാരും ഒന്ന് സ്റ്റേജിലോട്ട് വരേണ്ടതാണ്.
പൂരം കാണാൻ ഇറച്ചി പിടിക്കാനുള്ള സാധനമൊക്കെ ഞാൻ തരാട്ടോ. നമ്മുടെ ഗ്രിൽ ബാർബിക്യൂ ചെയ്യാൻ വേണ്ടി ഇവിടെ എല്ലാരും തിരക്കാം.
ഗൈസ് അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം കേട്ടോ. ഗൈസ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്ന ഫുഡ് എന്ന് പറഞ്ഞത് ബീഫ് സ്റ്റൂ, അപ്പം, ചിക്കൻ കട്ട്ലൈറ്റ്, പിന്നെ ചിക്കൻ ബിരിയാണി, ഐസ്ക്രീം, ഇത്രയും ഐറ്റംസാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ സ്ഥലങ്ങളിൽ എല്ലാ സൗകര്യങ്ങളിലൊക്കെ എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. സൈഡിൽ നമ്മുടെ ബാർബിക്യൂൻ്റെ സംഭവങ്ങൾ ചാർക്കോളൊക്കെ കത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അത് കുട്ടികൾ ആമ്പിള്ളേരെല്ലാവരും കൂടെ അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഗൈസ് നമ്മുടെ കുറച്ച് പരിപാടികൾ, കലാപരിപാടികളും അത്യാവശ്യം കുറച്ച് ഗെയിംസൊക്കെ നമ്മൾ ചെയ്തു. ഇനി ഭക്ഷണം കഴിച്ചിട്ട് വേണം ബാക്കി എൻ്റർടൈൻമെൻറ്റ്സിലേക്ക് പോകാൻ. കൈവിട്ട് ആടെ കൈവിട്ട് എടാ മറ്റേ ഗ്രില്ല് വെച്ചില്ലേ? ഇല്ലില്ല, ഇതിനകത്ത് തന്നെ ഇപ്പൊ 1 2 3 4 5 6 പാവൻകുട്ടികള് ഒരു മുതിർന്ന ആളുണ്ടല്ലോ. അയ്യോ അവരെന്താ shoulder, head, shoulder, shoulder, head, knees, shoulder, head, shoulder, correct idea, shoulder, head, knees, dance, shoulder, head, knees, shoulder, head, knees, head, dance, ആരും പോയി head, കപ്പുണ്ടേ ലാസ്റ്റ് കപ്പ്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ അത്യാവശ്യം പരിപാടികളൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഈ ഡ്രസ്സൊക്കെ ചേഞ്ച് നമ്മൾ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യാൻ പോവാണ് ഗൈസ്. അപ്പോൾ കുറച്ച് പേരൊക്കെ പോയി കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഇവിടെ നിന്ന് സ്റ്റേ ചെയ്യാണ്. എത്ര നേരം നമുക്ക് കിടക്കും എപ്പോൾ കിടക്കുന്നൊന്നും ഒരു പിടുത്തില്ല. ഈ രാത്രി ഞങ്ങൾ കുറച്ച് പേര് ഗ്രൂപ്പായിട്ടിരുന്ന് പ്രേതത്തിൻ്റെ ഹൊറർ സ്റ്റോറീസ്, ഓരോരുത്തരുടെ അനുഭവങ്ങൾ അങ്ങനെയൊക്കെ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങളിത് ഇരിക്കുകയാണ്. അതാണിപ്പോൾ നടക്കുന്നത്. കുറച്ച് പേര് ഉറങ്ങി കേട്ടോ. കുറച്ച് പേരൊന്ന് ആകെ 2-3 പേര് ഉറങ്ങിയിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇട്ട് ചുറ്റിരിക്കുക. ഗൈസ്, ഇപ്പോൾ 1 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ സമയത്താണ് ഈ ഹൊറർ സ്റ്റോറിയൊക്കെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു രസം. അതിൻ്റെ ഇടയിൽ ആങ്ങളമാരൊക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഇട്ട് ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും എനിക്ക് മാത്രം
ഗായ്സ് വെളുപ്പിന് 3 മണിക്കാണ് ഈ പെണ്ണുങ്ങൾ ലിഫ്റ്റ് കയറുന്നത്. സജോന്റെ അസിസ്റ്റന്റ്. ആഹാ നോക്കണ്ടേ ഗൈസ് ഇവിടെ നോക്കൂ. ഗൈസ് ഞങ്ങളിപ്പോ വല്ലാർപാടം വഴികളിലൂടെ രാത്രി നടക്കാൻ ഇറങ്ങിയേക്കണം കേട്ടോ. വെളുപ്പിന് 2:45 മണിയാണ്. വീട്ടിൽ കുറച്ച് പേര് കിടന്ന് ഉറങ്ങുന്നു. ബാക്കിയുള്ള ഞങ്ങളൊരു ഗ്യാങ് ഇറങ്ങി നടക്കാണ്. എന്താവും ഏതാവും അറിയില്ല. പട്ടി ഓടിച്ചിടുമെന്ന് പോലും ഡൗട്ടുണ്ട്. എന്നാലും പോയി നോക്കാമെന്ന് ഓർത്ത് രസം. ഒരു ആരും ഉറങ്ങിയിട്ടില്ല. ഒരു ഗ്യാങ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടൊക്കെ ചെറുതുങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്ന് നടക്കാൻ പോകുന്നത്. ചെറുതുങ്ങൾ വരണ്ട് കേട്ടോ. 2 ചെറുതുങ്ങളുണ്ട്. 2 ചെറിയ കുട്ടിയുണ്ട്. ഉണ്ട്, തേജുണ്ട്. 2 ചെറുതുങ്ങളാണ്. കൂടെ ഞങ്ങൾ കുറച്ച് മുതിർന്നത്. ഗൈസ് വെളുപ്പിനെ 3 മണിക്ക് നട റൂട്ടിലിരിക്കണം എല്ലാവരും. വല്ലാർപാടം നട റോഡ്. ഇരുന്നോ? ഇരിക്കില്ലേ? വണ്ടിയാ ഈ രാത്രിയാ? ഒരു വണ്ടിയും ഇല്ല. ഫ്രണ്ട്സ് അങ്ങനെ എല്ലാവരും അർമാദമൊക്കെ കഴിഞ്ഞ് എല്ലാവരും കിടക്കണം. ആൻറ്റിമാർ വരെ ലാസ്റ്റ് ഞങ്ങളെ വെയിറ്റ് ചെയ്തിരുന്നു. അവരും ഉറങ്ങിയില്ല. എല്ലാവരും ഓരോരോ മൂലക്ക് നമ്മൾ പണ്ട് കസിൻസൊക്കെ കിടക്കില്ല അതേപോലെ ഉള്ള സ്ഥലത്ത് എല്ലാവരും കിടക്കാണ് കേട്ടോ ഗൈസ്. വീട്ടിലിരുന്ന് ചായ കുടിക്കുന്ന പോലെ ഇരിക്കുന്നു. ചായ കുടിക്കണമൊക്കെ ഓവച്ചനും വരും, അപ്പനും മോനും. അടിപൊളിയായിരുന്നു. ഞാൻ രാവിലെ ചായ ഉണ്ടാക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നമ്മൾ പാലും പൊടിയൊക്കെ മേടിച്ചിട്ട് വന്നു. ലെൻസി കുട്ടി ചായ ഉണ്ടാക്കുന്നു. കട്ടൻ ചായ. അവർ കട്ടൻ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾ പാൽ ചായ. ബ്രെഡും ജാമും. ബ്രെഡും ജാമും തരുന്നുണ്ട്. എവിടെ പുരട്ടിയാ? ഫ്രണ്ട്സ് ഇന്നലെ നമ്മൾ കിടന്നപ്പോൾ വെളുപ്പിന് ശരിക്കും പറഞ്ഞാൽ ഇന്ന് വെളുപ്പിന് 4 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും ഒന്ന് കിടന്നത്. ഞാൻ കാണിച്ചത് കണ്ടില്ലേ? അത് കഴിഞ്ഞിട്ട് ഒരു 5:30 മണി 6 മണിയൊക്കെ സമയമായപ്പോൾ 1-2 ഫാമിലീസ് പോയി കുട്ടികളൊക്കെ ആയിട്ട്. വീട്ടിൽ പോയിട്ട് ഇനി ശരിക്കും കിടന്ന് ഉറങ്ങി അങ്ങോട്ട് ഫുള്ളായിട്ട് ഉറങ്ങാമല്ലോ എന്ന് വിചാരിച്ച്. ഇല്ലെങ്കിൽ രാവിലെ എണീറ്റ് പോകണ്ടേ, ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവർ കുറച്ച് പേര് ഇവിടെ കിടന്നുറങ്ങി. ഞങ്ങളൊരു 10-15 പേര് 20 പേര് ലാസ്റ്റ് ഒരു 4 മണിക്ക് ശേഷം നമ്മൾ വീട്ടിൽ രാവിലെ എണീറ്റപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തെ വ്യൂ ആണ് ഗൈസ് കാണുന്നത്. നമ്മൾ രാത്രി വന്നപ്പോൾ നിങ്ങളെ ഞാൻ കാണിച്ചില്ലേ, ഫസ്റ്റ് വന്നപ്പോൾ വെള്ളമൊക്കെ വറ്റി കിടക്കണമായിരുന്നു. പെട്ടെന്ന് വെള്ളം അവിടെ നിന്ന് എന്തോ അങ്ങനെ എന്തോ ഒരു സംഭവം അവർ പറഞ്ഞായിരുന്നു. വെള്ളം ഇറക്കിയപ്പോൾ ഫുൾ വെള്ളം നിറഞ്ഞു കേട്ടോ നമ്മുടെ ഭാഗത്ത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് പോവാണ് ഗൈസ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ കൊച്ചു സന്തോഷങ്ങളും കുറച്ച് മുഹൂർത്തങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തത്. ഞങ്ങൾക്ക് പിന്നീട് ഇത് കാണുമ്പോൾ ഒരുപാട് ഓർമ്മകളാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.